എനിക്ക് ഞാൻ പറയുന്നത് കൂടി ചോദിക്കുന്ന എളുപ്പമാവാം. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയുടെ സാഹചര്യമുണ്ട്. അതായത് മുൻപ് ഒരു 99 ദിവസം 100 ദിവസം ഒക്കെ കിട്ടിയിരുന്നൊരു വിൻഡോ ഇപ്പം നമുക്ക് ഒരു 28 ദിവസമൊക്കെ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതായത് 28 ദിവസമൊക്കെയാണ് നമ്മുടെ മാർക്കറ്റ് ഫോഴ്സസ് സിനിമ തിയേറ്ററിൽ നിൽക്കാൻ അനുവദിക്കുന്നത്. അതിനുശേഷം അത് OTT പ്ലാറ്റ്ഫോംസിലേക്കും TV-യിലേക്കും ഒക്കെ ചുരുങ്ങി കൊച്ച് 4 ഇഞ്ച് 5 ഇഞ്ച് സ്ക്രീനിലും TV-യിലേക്കും ഒക്കെ ആയിട്ട് മിനിയേച്ചർ രൂപത്തിലാണ് പിന്നെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലൊരു സിനിമ നമ്മുടെ പോലത്തൊരു ഇൻഡസ്ട്രിയിൽ 1.5 വർഷം നമ്മളെല്ലാവരും ഇതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും ഒരുപോലെ അധ്വാനിച്ചതിൻ്റെ റിസൾട്ടായിട്ടുള്ള സിനിമ ഇനി ഓഡിയൻസിന് ഒരു വലിയ തിരശ്ശീലയിൽ കാണാൻ കിട്ടുന്ന 28 ദിവസം ആണ് ഉള്ളതെന്നുള്ളതാണ് എനിക്ക് പ്രൈമറി ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ അത് എങ്ങനെ കാണണം എങ്ങനെ കാണാതിരിക്കണം എന്നൊന്നും ഒരിക്കലും ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ പറയാം. പക്ഷെ അത് ഉറപ്പായിട്ടും വലിയ സ്ക്രീനിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. അത് അങ്ങനെ തന്നെ ഓഡിയൻസ് എല്ലാവരും കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ്. അത്രയും ഇൻട്രോ ഓഡിയൻസ് ആ രീതിക്ക് കണ്ടില്ല എന്ന് തോന്നുന്നു. സംവിധാനം ഓഡിയൻസ് അങ്ങനെ കണ്ടില്ല എന്ന് തോന്നുന്നു. അല്ല, ഇത് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. സിനിമയുടെ വേഗത, കഥ പറയുന്ന രീതി, നാരേറ്റീവിന് യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ്, അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ട് ശീലിച്ച് കണ്ടു പരിചയിച്ച സിനിമയുടെ പോലെ തന്നെ ആവണം എന്ന് നമ്മൾ എന്തുകൊണ്ട് ശാഠ്യം പിടിക്കണം? ഞാൻ പറയുന്നത് നമ്മുടെ വാലുകൾ എന്ന് പറയുന്നത് ഫെറാരി എഞ്ചിൻ വെച്ച് ഓടുന്നൊരു വണ്ടിയല്ല. ഇതൊരു മുത്തശ്ശികഥയുടെ വേഗത മാത്രമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒളിപ്പിച്ചിരിക്കുന്ന വലിയ കാഴ്ചകളുണ്ട്. പക്ഷെ അതിൻ്റെ വേഗത 100% അപ്പം അത് നമ്മൾ ഇനീഷ്യൽ നമ്മൾ ഇൻ്റർവ്യൂസിലെല്ലാം ഒരുപോലെ ഞങ്ങളുടെ ടീം മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ്. അപ്പം അതിന് എന്താ പറയുക, അതിൻ്റെ വേഗത പോരാന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. വേഗത കുറവായിട്ട് തോന്നിയിട്ടില്ല, പക്ഷെ ഒരു പൊതുബോധ്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായി തോന്നി. അതായത് ഈ സിനിമ മോശമാണെന്ന് ആദ്യത്തെ മണിക്കൂർ തന്നെ ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞു. അപ്പൊ അത് ഒരു പൊതു അഭിപ്രായമാണെന്ന തരത്തിലേക്ക് മാറുന്നതായിട്ട് തോന്നി. അത് ഇതൊക്കെ എന്താ തോന്നിയത്? അല്ല, ഞാൻ പറയുന്നത് ഇത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരുത്തിന്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതല്ലോ. നമ്മുടെ കാഴ്ച മാത്രമാണ്. അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് കിട്ടിയ രുചി ആവരുത്. നമ്മുടെ രുചി മാത്രമാണ്. കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണത്. മറ്റൊരുത്തിന്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എന്റർടൈൻമെന്റ് ആയി മാറരുത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന മറ്റുള്ളവർ പ്രതികരിക്കുന്നു, മറ്റുള്ളവർ പറയുന്നതുമായിട്ടുള്ള ക്രിറ്റിസിസം മാത്രവും നമ്മുടെ കാഴ്ചയ്ക്ക് അടിസ്ഥാനം. അപ്പോൾ ഒരിക്കലും അതാവരുത്. നമ്മൾ തന്നെ അത് കണ്ട് ആസ്വദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഫീലുണ്ട്. ചിത്രം കണ്ടപ്പം എനിക്ക് ബേസിക്കലി നല്ലോണം വർക്കായ ഒരു സംഗതിയാണ്. രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് റിപ്പീറ്റ് വാച്ചില് ചിത്രം ഇച്ചിരിയും കൂടെ ആസ്വാദനം നൽകുമെന്ന് എനിക്ക് കണ്ടപ്പം പിന്നെയും കാണുമ്പോൾ പിന്നെ ഒരു അർത്ഥം കൂടെ കിട്ടുന്ന തരത്തില് തോന്നിയിരുന്നു. ഇപ്പോഴും ലീജ് ചേട്ടന്റെ മനസ്സിൽ നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന് തന്നെയാണോ? ഒരു ചെറിയ വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട്. സ്റ്റിൽ നോ പ്ലാൻസ് ടു ചേഞ്ച്, സ്റ്റിൽ നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നുള്ളത്. അതായത് ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം വലിയ തരത്തിലുള്ള റിവ്യൂകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നെഗറ്റീവ് റിവ്യൂ ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള റിവ്യൂ അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ആസൂത്രിതമാണെന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. ഞാൻ പറയുന്നത് റിവ്യൂസ് അത് കൂടുതൽ സ്റ്റാർസ് വന്നുകൊണ്ട് ആ സ്റ്റാർസ് ഷർട്ടി തുന്നി നടക്കുകയോ ഓരോ സ്റ്റാർസ് വന്നുകൊണ്ട് അതൊക്കെ കുത്തി വെച്ച് എന്നോട് ഉപയോഗിച്ച് ചെയ്ത ഒരാളല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനൊരു പ്രശ്നമേ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ഓരോരുത്തരും അവരവര് നമ്മുടെ മലയാളത്തിന്റെ മോഹൻലാൽ മലയാളത്തിന്റെ സിനിമ അതിനെ കൺസിഡർ ചെയ്യണമെന്ന് എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട്. ഈ രാവിലെ നെഗറ്റീവ് റിവ്യൂസ് ഉച്ച കഴിഞ്ഞപ്പോൾ മാറി, പിന്നീട് അത് അല്പം സെറ്റിൽ ഡൗൺ ആയി. കുറച്ചുകൂടി സീരിയസ് ആയിട്ട് സിനിമ സമീപിക്കുന്ന ആളുകൾ സിനിമ നന്നായിട്ട് തോന്നിക്കുന്നത്. കാരണം അത്തരത്തിൽ അഭിപ്രായം പറയും. അതെങ്ങനെയാണ്? അല്ല, നമ്മൾ ഈ രാവിലത്തെ ഷോസ്
രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട്. അത് എപ്പോഴും സത്യമാണെന്നില്ല. അത് രാവിലെ 6 മണിക്കും 6:30ക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്ന ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും. നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഭയങ്കര ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമന്റ്സും ഇതെല്ലാം. അതായത് സോഷ്യൽ മീഡിയ ഒരു വാർ ഗ്രൗണ്ടായി മാറാണ്. വലിയ വൈരാഗ്യത്തോടു കൂടി ആളുകൾ ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ ഹേറ്റ്, ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അത് എന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നത്, എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ഡിപ്പെൻഡന്റ് ഓൺ ഒരു നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ അവകാശപ്പെടുന്നു. അത് നമ്മൾ 1.5 വർഷമായിട്ട് വിശ്വസിച്ചൊരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ച് പേരുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങളിൽ മാറില്ല. അത് ഉറപ്പായിട്ടും നിങ്ങൾക്കും മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം. തുടക്കം മുതൽ തന്നെ ഒരു ക്ലാസ് മൂവി എന്ന് തന്നെയാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞത്. അതിനൊരു മാറ്റമില്ല, ക്ലാസ് മൂവിയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഫാമിലിയിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇപ്പോൾ നമുക്ക് ഫാമിലി അങ്ങ് ഏറ്റെടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് പൊതുവെ എനിക്ക് തോന്നി. എന്നാൽ 2-3 തിയേറ്ററിൽ അത് കഴിഞ്ഞും പോയി. അപ്പൊ അതെങ്ങനെയാണ് ചേട്ടൻ കാണുന്നത്? ഞാൻ പറഞ്ഞത്, അതായത് ഈ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ